നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അവയർനെസ്സിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ നെക്ക് പെയിൻ, ഷോൾഡർ പെയിൻസിനുള്ള അവയർനെസ് വീഡിയോസിലൊക്കെ യൂസ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ലാപ്ടോപ്പ്, ഒത്തിരി എക്സസീവ് യൂസേജ് ഓഫ് മൊബൈൽ ഫോൺസ്, ആ ഒരു എർഗണോമിക്സ് അല്ലെങ്കിൽ നമ്മുടെ പോസ്ചറിൽ പ്രശ്നം വരുന്ന സമയത്ത് വരുന്ന പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അതിൽ വേറെ കാര്യം പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓൺലി എ കോമ്പൻസേറ്ററി മെക്കാനിസമാണിത്. മെയിൻ പ്രശ്നം ഇറ്റ് ഇസ് ഇൻ ദ ജോ പൊസിഷൻ അല്ലെങ്കിൽ TMJ പ്രോബ്ലം കാരണം ഇത് വരുന്നതാണ് മിക്കവർക്കും. യെസ്. അപ്പോൾ ഞാൻ ചോദിച്ചോളൂ, TMJ പ്രോബ്ലം ഇല്ലാത്ത ആൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കുമോ? എങ്ങനെയാണത്? ഗുഡ് ക്വസ്റ്റ്യൻ. ഇതിൽ TMJ പ്രോബ്ലം എല്ലാവർക്കും വേണമെന്നില്ല. ഈ താഴത്തെ താടിയലിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ബൈറ്റിൽ എന്തെങ്കിലും പ്രശ്നം വന്നു എന്ന് വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ കോമ്പൻസേഷനായിട്ട് ഷോൾഡേഴ്സ് റോൾഡ് ഔട്ട് ആവും. ഓക്കെ. ആൻഡ് നെക്ക് അതിൻ്റെ കൂടെ തന്നെ ഫ്രണ്ടിലോട്ട് വരും. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ സാധനങ്ങൾ യൂസ് ചെയ്ത് വരുമ്പോൾ എന്തായാലും ഇതൊരു എക്സാജറേറ്റഡ് ഒരു പോസ്ചറൽ ഡിഫക്റ്റ് ആയിട്ട് നമ്മൾ കാണും. പക്ഷേ റൂട്ട് കോസ് ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ്, താടിയല്ല വരുന്നത്. ഫൈഷാക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആൻസർ ചെയ്യണമെങ്കിൽ താടി എല്ലിൻ്റെ പോസ്ചർ മാത്രമല്ല, താടി എല്ലിൻ്റെ പോസ്ചറിൽ പ്രശ്നം വരുമ്പോൾ, TMJ പ്രശ്നങ്ങൾ വരുമ്പോൾ, ബൈറ്റിൽ ചേഞ്ച് വരുമ്പോൾ നമ്മുടെ ശ്വാസനാളത്തെ അത് ബാധിക്കും. ഫസ്റ്റ് ഇമ്പാക്റ്റ് എപ്പോഴും നമ്മുടെ എയർവേയിലാണ് വരുന്നത്.